ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിഷ്ണുവിനെയും രാജീവിനെയുമാണ്. രാജീവിനോട് ശാരികയ്ക്ക് പറ്റിയ അപകടത്തിനെക്കുറിച്ച് വിഷ്ണു പറയുകയാണ്. അങ്ങനെയെങ്കിലും രാജീവ് തിരികെ വരുമെന്ന് വിഷ്ണു കരുതുന്നു. എന്നാൽ വിഷ്ണുവിനെ ഞെട്ടിച്ചുകൊണ്ട് രാജീവ് പറയുകയാണ്, എനിക്കിനി അവളെ വേണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരാനും പോകുന്നില്ല. അതെ, എൻ്റെ ജീവിതത്തിലെ ഒരടഞ്ഞ അധ്യായം മാത്രമാണ്. ഈ രാജീവിന്റെ ശല്യം എന്നേക്കുമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന് എനിക്കറിയാം. പിന്നെ ഇപ്പോൾ രാജീവിന് ഒരു പദവിയുണ്ട്, കോളേജ് ലെക്ചററെന്ന്. വൈകാതെ അതും കൂടി പോകുമെന്ന് അവളോട് പോയി പറഞ്ഞേക്ക്. ഇത് കേൾക്കുന്ന വിഷ്ണു എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. തുടർന്ന് സമനില തെറ്റിയവരെ പോലെ റോഡിലൂടെ പാട്ടൊക്കെ പാടി മദ്യപിച്ച് ലക്ക് കെട്ട് പോവുകയാണ് രാജീവ്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. കിച്ചണിലേക്ക് വന്ന് സുസ്മിത എന്തൊക്കെയോ തിരയുകയാണ്. അതേസമയം പൊന്നി അങ്ങോട്ടേക്ക് വരുന്നു. അല്ല, ഇവിടെ ഉള്ളിയില്ലേ എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ, നിനക്കെന്തിനാ ഇപ്പോൾ ഉള്ളിയെന്ന് പൊന്നി ചോദിക്കുന്നു. അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞാൽ മതി. എനിക്കെങ്ങും അറിയില്ല, നിനക്ക് വേണമെങ്കിൽ നീ തന്നെ തപ്പിയെടുക്കെന്ന് പൊന്നി പറയുന്നു. അങ്ങനെ സുസ്മിത ഉള്ളി തപ്പിയെടുക്കുന്നതാണ് കാണിക്കുന്നത്. കുറച്ചുള്ളി മിച്ചം വെച്ചേക്കണേ, എനിക്കിവിടെ കറിക്കെടുക്കാനുള്ളതാണെന്ന് പൊന്നി പറയുമ്പോൾ, എൻ്റെ ആവശ്യം കഴിഞ്ഞുള്ള കറിവെക്കലൊക്കെ മതിയെന്ന് സുസ്മിതയും പറയുന്നു. എന്നിട്ട് ആ ഉള്ളിയെല്ലാം കയ്യിൽ പിടിച്ചിട്ട് സുസ്മിത പറയുകയാണ്, ഇനി ഉള്ളി വെച്ചൊരു പരീക്ഷണം നടത്തി നോക്കാം. ചീപ്പ് പരിപാടിയാണെന്നറിയാം, പക്ഷേ പനിച്ചു വിറച്ച് കിടക്കുന്ന ഒരാളെ ചോദ്യം ചെയ്യാൻ എന്താണെങ്കിലും ആരും വരില്ലല്ലോ. എനിക്കതാണ് വേണ്ടത്, അതെന്താണെങ്കിലും നടക്കുകയും ചെയ്യുമെന്ന് സുസ്മിത പറയുന്നു. അതേസമയം സുസ്മിതയുടെ ഫോണിലേക്ക് സുസ്മിതയുടെ അമ്മാവൻ വിളിക്കുകയാണ്. അമ്മാവൻ എന്താകും ഈ സമയത്ത് വിളിക്കുന്നത് എന്ന് കരുതി സുസ്മിത പുറത്തേക്ക് ഇറങ്ങി നിന്ന് കോൾ എടുക്കുകയാണ്. മോളെ, നിനക്കവിടെ സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പരമസുഖമാണെന്ന് സുസ്മിത പറയുന്നു. നേരമില്ലാത്തത് കൊണ്ടാ മോളെ അങ്ങോട്ടൊന്നും വരാത്തത്, ഇല്ലെങ്കിൽ ഇറങ്ങിയേനെ. നിന്റെ അമ്മയുടെ കാര്യം തന്നെ നിനക്കറിയാലോ, നിന്റെ അച്ഛനെ വിട്ടിട്ട് വരാനേ അവൾക്ക് പറ്റില്ല. അതേപോലെ തന്നെ അമ്മാവനും കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. പിന്നെ നിന്റെ ചിറ്റപ്പനുണ്ടല്ലോ ചന്ദ്രബോസ്, നിങ്ങളുടെ അവിടെ CI ആയിട്ട് ചാർജ് എടുത്തിട്ടുണ്ട്. ഇത് കേൾക്കുന്ന സുസ്മിത ചോദിക്കുകയാണ്, ചിറ്റപ്പനോ? ഞങ്ങളുടെ ഇവിടെയോ? അതേ മോളെ, നിങ്ങളുടെ ആ ഏരിയയിലിപ്പോ ചന്ദ്രബോസാണ് CI ആയിട്ടുള്ളത്. അത്രയും പറഞ്ഞ് അമ്മാവൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ സുസ്മിത പറയുകയാണ്, ഇനി കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായി. വന്നിരിക്കുന്ന CI ഈ സുസ്മിതയുടെ ആളാണ്. പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിന്റെയും ശാലിനിയുടെയും ചായക്കടയിൽ നിന്നും ചന്ദ്രബോസ് ആഹാരം കഴിക്കുന്നതാണ്. എന്താടോ ഇവിടെ മീനും ഇറച്ചിയും ഒന്നും ഇല്ലേ എന്ന് കോൺസ്റ്റബിളിനോട് ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ, ഇല്ലെന്നും ഇതൊരു വെജിറ്റേറിയൻ കടയാണെന്നും ആ കോൺസ്റ്റബിൾ പറയുന്നു. കേറാൻ കണ്ട സ്ഥലം. ഇത്രയും പറഞ്ഞ് അയാൾ കഴിച്ച ആഹാരത്തിന്റെ പാത്രം ആ കോൺസ്റ്റബിളിന് കൊടുക്കുകയാണ്. അങ്ങനെ ആ കോൺസ്റ്റബിള് വിജിലയ്ക്ക് കൊണ്ട് പ്ലേറ്റ് കൊടുക്കുമ്പോൾ വിജില പറയുകയാണ്, 90 രൂപ. 90 രൂപയോ? ഞാൻ പോയി CI സാറിനോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് അയാൾ പോയി ചന്ദ്രബോസിനോട് കാര്യം പറയുന്നു. താൻ വണ്ടി കയറ്, നമുക്ക് പോകാമെന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ വിജില വന്ന് അവരുടെ വണ്ടിക്ക് വട്ടം കയറി നിൽക്കുകയാണ്. പൈസ തന്നിട്ട് പോയാൽ മതി, 90 രൂപ എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ കുപ്പിയൊക്കെ വെച്ചുകൊണ്ട് ചന്ദ്രബോസ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നിനക്ക് പൈസ വേണമല്ലേടി, കേരടി വണ്ടിയിലോട്ടെന്ന് വിജിലയോട് ചന്ദ്രബോസ് പറയുമ്പോൾ വിജില ശാലിനിയുടെ അടുക്കലേക്ക് ഓടി ചെല്ലുകയാണ്. ശാലിനി അവരെന്നോട് ജീപ്പിൽ കയറാൻ പറഞ്ഞു. തുടർന്ന് ചന്ദ്രബോസും കോൺസ്റ്റബിളും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. സാറെന്തിനാ വിജിലയോട് ജീപ്പിൽ കയറാൻ പറഞ്ഞതെന്ന് ശാലിനി ചോദിക്കുമ്പോൾ CI പറയുകയാണ്, പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നതിന്. അയാൾ ശാലിനിക്കും വിജിലയ്ക്കുമെതിരെ വ്യാജമായ കുറ്റങ്ങൾ ചുമത്തുമ്പോൾ ചന്ദ്രബോസിനെ നിയമം പഠിപ്പിക്കുകയാണ് ശാലിനി. തുടർന്ന് ശാലിനി അടിക്കാൻ വേണ്ടി ആ CI തന്റെ കൈ ഓങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന വിഷ്ണു ആ കൈ തടഞ്ഞു പിടിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.